സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. ശ്രീ ടി എൻ പ്രതാപൻ, താങ്കളുടെ ഊഴം. ഞാനൊന്ന് ബഹുമാനായ ശ്രീ ആനത്തലോട്ടം ആനന്ദൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി. അദ്ദേഹത്തിന് കേരളത്തിലടക്കം BJP-യേക്കാൾ വലിയ വിരോധം കോൺഗ്രസിനോടാണെന്ന് മനസ്സിലായി. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എന്തടവും പ്രയോഗിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും നമുക്ക് കൂട്ടി വായിക്കേണ്ടത്. ഒന്ന്, ത്രിപുരയിലെയും ബംഗാളിലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് അക്രമം ഉണ്ടാക്കിയത്. ആര് അക്രമം ഉണ്ടാക്കിയത്? ഭരണത്തിൻ്റെ ഏകാധിപത്യം കൊണ്ട് അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ എന്തും കാണിക്കാം. സിംഗൂറിൽ ഭൂമി രാജയ്ക്ക് കൊടുത്തത് മാത്രമല്ല, അവിടുത്തെ പാവപ്പെട്ട ആളുകളെ, സാധാരണക്കാരെ പൂർണ്ണമായും പറന്ന് ദശകോടീശ്വരന്മാരെയും കോർപ്പറേറ്റുകളുടെയും പുറകിൽ പോകുന്നവരായി മാറി നവ കമ്മ്യൂണിസ്റ്റുകാർ. അത് ബംഗാളിലായാലും ത്രിപുരയിലായാലും കേരളത്തിൻ്റെ ആ മോഡൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കേരളത്തിലും ആവർത്തിക്കുന്നത്. നിങ്ങൾ ബംഗാളിലും ത്രിപുരയും കാണിച്ച അതേ അക്രമശൈലിയാണ് കേരളത്തിലും കാണിക്കുന്നത്. അതുകൊണ്ടാണ് കാസർഗോഡ് നിങ്ങൾ ഏറ്റവും അവസാനം 2 ചെറുപ്പക്കാരെ, 19 വയസ്സും 21 വയസ്സുമായ 2 യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്തിട്ടും ആ കൊലയാളികളെ സംരക്ഷിക്കാനും സഹായിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഒരിക്കലും പുതിയ ലോകത്തിൻ്റെ ചുമർ ചിത്രം വായിക്കാൻ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആനത്തലവട്ടം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ വിശ്വനാഥ മേനോന്റെ കാര്യമൊക്കെ പറയാതിരുന്ന് നിങ്ങൾ കൂടുതൽ വിഷമിപ്പിക്കാണ്ടിരിക്കാനാണ്. CPM-ന്റെ ധനകാര്യമന്ത്രിയായിരുന്ന എറണാകുളത്ത് ജയിച്ചു വന്ന വിശ്വനാഥ മേനോൻ പിന്നീട് ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്? കേരളത്തിൽ ആര് സ്ഥാനാർത്ഥിയായിട്ട് മത്സരം? കണ്ണന്താനം മാത്രമല്ല, അങ്ങനെ എടുത്തു പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, ഇന്ത്യയിൽ BJP-യെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ BJP പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് അല്ലാതെ വേറെ ഒന്നില്ല എന്ന് CPM-നെ പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും പിന്നെ ബംഗാൾ കമ്മിറ്റിക്കും ബോധ്യമായി. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ PS എനിക്ക് വളരെ അടുപ്പമുള്ള, എനിക്ക് ഇഷ്ടമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഞാൻ അദ്ദേഹത്തോടും വേണുവിനോടും കൂടി ഒരു കാര്യം പറയണം. നമ്മുടെ ജനപ്രതിനിധികളിൽ നന്നായി ജനസേവനം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മൊത്തം പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ്. അത് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പ്രദാനം ചെയ്യുന്നവരാണ്. അത്തരത്തിൽ ഭരണഘടനാപരമായ അവകാശാധികാരങ്ങൾ MLA-മാരും MP-മാരും ഉള്ളപ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്ന നിലയിൽ ഭരണഘടനയോട് നീതി പുലർത്തി മുഴുവൻ ആളുകളെയും ഒരുപോലെ കാണുന്നവരാണ് നല്ല MLA-മാരും MP-മാരുമായിട്ടുള്ളവർ. അതുകൊണ്ട് MLA-മാരും MP-മാരും തുടർന്ന് മത്സരിക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ സ്ഥാനാർത്ഥികളാകുന്നത് അവർ മോശക്കാരായി അവർ സാമ്രാജ്യം സ്ഥാപിക്കുന്നു എന്ന രീതിയിൽ എടുക്കരുത്. അതിൽ നന്നായി പാർലമെന്റിനകത്ത് നന്നായി ഡിബേറ്റ് ചെയ്യുന്നവർ, പാർലമെന്റിനകത്ത് നന്നായി രാഷ്ട്രീയം പറയുന്നവർ, നിങ്ങൾ ഞാൻ എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാം. കേരളത്തിലെ MP-മാർ KC വേണുഗോപാൽ MP, NK പ്രേമേന്ദ്രൻ MP, ശശി തരൂർ MP, സുരേഷ് കൊടിക്കുന്നിൽ MP, പിന്നെ MK രാഘവൻ MP, മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP. ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ ഇവരൊക്കെ ഞാൻ ഇനിയും പറയാൻ ഇവരൊക്കെ പാർലമെന്റിനകത്ത് കാണിക്കുന്ന ഇന്ററാക്ഷൻസ് നമ്മൾ പാർലമെന്റ് സൈറ്റിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മനോരമ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ചിലപ്പോൾ ന്യൂസിൽ കാണാറുണ്ട്. എത്രമാത്രം നരേന്ദ്രമോദിയെയും BJP-യെയും അവരുടെ ഈ കാപട്യ രാഷ്ട്രീയത്തെയും അവരുടെ ഫാസ്റ്റ് രാഷ്ട്രീയത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് ജനങ്ങളിൽ ഇസത്തിനപ്പുറത്തുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ചും കേരളീയർ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് പാർലമെന്റിൽ പോയി ഈ നമ്മുടെ പല MP-മാരും പിന്നെ അങ്ങേയറ്റം പിന്നെ ഫൈറ്റ് ചെയ്യുന്നത്. അവരിൽ കേരളത്തിലെ MP-മാർ അത്ര മിടുക്കന്മാരാണെന്ന കാര്യം വിസ്മരിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസ് MP-മാർ. ശരി, ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഇപ്പോൾ MP ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണ് അദ്ദേഹം. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സ്വീകാര്യമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം. അത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക ദുരുപയോഗം എന്ന രൂപത്തിലോ നാടുവാഴിത്തം എന്ന രൂപത്തിലോ കാണേണ്ടതല്ല എന്നാണ് എതിർവാദം. ശ്രീ പിയേഴ്സൺ, അതിനുള്ള മറുപടി? അല്ല, അത് നമ്മൾ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അധികാരം MLA-യുടേതായാലും MP-യുടേതായാലും എങ്ങനെയാണ് ഈ MLA-യെയും MP-യെയും ഒക്കെ തന്നെ നമ്മൾ പറയുന്ന ഈ നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നാടുവാഴിയുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടുകൂടി രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ഒരാൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിച്ചാൽ മാത്രമാണ് CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒക്കെ തന്നെ സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തങ്ങൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ത്രിപുരയിലും ബംഗാളിലും എന്തുകൊണ്ടാണ് CPM പരാജയപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ നാടുവാഴിത്ത സ്വഭാവത്തിൻ്റെ
പ്രശ്നങ്ങൾ പരിശോധിക്കാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടതായിട്ട് വരും. അങ്ങനെ പരിശോധിച്ചാൽ മാത്രമാണ് നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നതായിട്ടുള്ള പ്രധാനനെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാനായിട്ട് കഴിയുള്ളൂ. വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെയാണ് അവരുടെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളെ നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുക? നേരത്തെ പറഞ്ഞ എല്ലാ പേരുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുന്നത് അവർ നടത്തുന്ന പോരാട്ടത്തിൻ്റെയും അവർ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല അവർ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു കരുതൽ നമ്മളുടെ മനസ്സിനകത്ത് നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. 12 എംപിമാരും ഒരേപോലെയാണ് പെരുമാറിയതും പ്രവർത്തിച്ചതും എന്ന് നമുക്കൊരു കാലത്തും ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയുകയില്ല. 12 എംപിമാരെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അവർ 12 എംപിമാരായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാതെ അവർ പാർലമെൻറ്റിൽ അത്യുജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തി കേരളത്തെ കോരിത്തിരിപ്പിച്ചതുകൊണ്ടല്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. അങ്ങനെ അറിവുള്ള നമ്മൾ എന്തിനാണ് തീർച്ചയായിട്ടും പതുക്കെ കണ്ണടച്ചുകൊണ്ട് അവരെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അവരുടെ തെറ്റുകൾ തിരുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടേ പറ്റൂ. നാടുവാഴിത്ത സ്വഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ നമുക്ക് എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ വിവക്ഷ തന്നെയായിട്ടാണ് ഞാൻ പരിശോധിക്കുന്നത്. അങ്ങനെ കണക്കാക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ രാഷ്ട്രീയം പുതിയ ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്? KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും വേദികളിൽ എത്രയോ നിലവിളികളാണ് ഉയരുന്നത്. ആ നിലവിളികൾക്കൊന്നും യാതൊരു വിധമായിട്ടുള്ള അർത്ഥമോ അതുപോലെ പ്രസക്തിയോ ഇല്ല എന്ന് നമുക്കൊരു ചർച്ചയിലിരുന്ന് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്? കൂടുതൽ ചെറുപ്പക്കാരെ മത്സരിപ്പിക്കാനും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും, സർഗാത്മകമായിട്ട് ജൈവത്തായ പാർട്ടിയാവുകയുള്ളൂ. പുതിയ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൊണ്ടുവരാൻ കഴിയാത്തത്? CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് സുരേഷ് കുറുപ്പിനെയും അതേപോലെ തന്നെ ആഞ്ചലോസിനെയൊക്കെ കൊണ്ടുവന്ന സമയത്ത് എന്ത് ആവേശമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അവർക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പുതിയ ആളുകളെ കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലേക്ക് പ്രതിരോധത്തിലേക്ക് ആ പാർട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടി വലിയ തരത്തിലുള്ള ജീർണതയെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം നമുക്കുണ്ടാവേണ്ടത്. അത് കോൺഗ്രസിനായാലും CPMനായാലും ഒരേപോലെ ബാധകമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ശ്രീ NMPS ഇവിടെ ശ്രീ ആനത്തലോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് കണ്ണന്താനത്തെ കണ്ടെത്തി? എന്ത് ലക്ഷ്യം നേടുന്നതിന് വേണ്ടി? അത് ഒരു രാഷ്ട്രീയം തന്നെയാണ്. എന്താണ് മുഖ്യശത്രു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കണ്ടെത്തുന്ന തന്ത്രങ്ങളാണത്. അങ്ങനെ അതിനെ നിഷ്കളങ്കമായി വിലയിരുത്താൻ കഴിയുമോ? അതിൻ്റെ ഒരു മറുകൃതിയായി ശ്രീ ആനത്തലോട്ടം പറയുന്നത് നാളെ BJP ആണ് മൂർഖനെങ്കിൽ കോൺഗ്രസ് എന്ന ചേരയ്ക്കൊപ്പം ഞങ്ങൾ കൂടുമെന്നാണ്. അപ്പോൾ മുഖ്യശത്രുവിനെ തീരുമാനിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ശത്രു മിത്രമാകുന്നു എന്ന ഒരു ത്രികോണത്തിലാണോ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്? അതൊരു നിവൃത്തികേടിൻ്റെ രാഷ്ട്രീയമല്ലേ? എവിടെയോ ഒരു പ്രതിരോധം എന്നത് ശരിയായ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്നില്ല എന്ന പരിശോധനയുടെ ഒരു സ്ഥലത്താണ് എന്നാൽ പിന്നെ കൂട്ടുചേർന്ന് വെല്ലുവിളിച്ച് കളയാം എന്ന താൽക്കാലികമായ ഒരു പോംവഴിയിലേക്ക് പോകുന്നത്. അതാണ് കണ്ണന്താനം എന്ന ഒരു സൃഷ്ടി CPMന് ഉണ്ടാക്കേണ്ടി വരുന്ന സാഹചര്യവും. അത്തരം വിലയിരുത്തലിലേക്കല്ലേ CPMൻ്റെ രാഷ്ട്രീയം ചിന്താപരമായി മുന്നോട്ട് പോകേണ്ടത്? അല്ല, CPMൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് 1959 അതായത് 57 മന്ത്രിസഭയെ മറിച്ചിടുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെട്ട വിമോചന സമരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ അതിശക്തമായിട്ട് പിന്നോട്ടടിപ്പിച്ച ഒരു രാഷ്ട്രീയ സംഭവമായിട്ടാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തന്നെ തകർത്തെറിഞ്ഞ ഒരു വലിയ പ്രതിഭാസമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അന്നാണ് നേരത്തെ വേണു സൂചിപ്പിച്ച തരത്തിലുള്ള തന്ത്രങ്ങളിലേക്ക് പാർട്ടി പോയത്. ശത്രുവിനെ തകർക്കുന്നതിന് വേണ്ടി ഏത് ചെകുത്താനുമായി കൂടാ എന്ന് പറയുന്നതായിട്ടുള്ള സിദ്ധാന്തം EMS മുന്നോട്ട് വെച്ച കാലമാണത്. അങ്ങനെ ഏത് ചെകുത്താനുമായി കൂടുന്ന സമയത്ത് നമ്മൾ കൂടുമ്പോൾ ആ ചെകുത്താൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ നമ്മളിലേക്ക് പകരുകയും നമ്മൾ തന്നെ പാതി ചെകുത്താനായി മാറും എന്നുള്ള തിരിച്ചറിവ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണന്താനത്തെ പോലെയുള്ളതായിട്ടുള്ള ഒരു ഉപകരണം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളത് വലിയ ഒരു തിരിച്ചറിവായിരിക്കേണ്ടതാണ്. കണ്ണന്താനം എന്ന് പറയുന്ന ഇത്രമാത്രം അപകടകരമായ ഒരു ഉപകരണമാക്കി മാറ്റിയെടുക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രവും എത്രമാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല?
ശത്രുവിനെ കൊല്ലാനായിട്ട്, ശത്രുവിനെ തകർക്കാനായിട്ട് ഏത് ചെകുത്താനെയും കൂടാം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ ചെകുത്താൻ നമ്മളെ തന്നെ ആക്രമിക്കുകയും നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പാർട്ടി പോകാൻ പാടില്ല എന്ന പ്രതിരോധ ബുദ്ധി തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഉണ്ടാവേണ്ടതാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ കൊടുക്കൽ വാങ്ങൽ കൊണ്ട് ഒരിക്കൽ പോലും തങ്ങളുടെ രാഷ്ട്രീയത്തെ നശിപ്പിക്കാനോ അത് മങ്ങലേൽപ്പിക്കാനോ പറ്റുന്ന തരത്തിലുള്ള പ്രക്രിയയോ പ്രവർത്തനമായിട്ടോ അത് മാറാൻ പാടില്ല എന്ന കാഴ്ചപ്പാട്, എന്ന വിഷൻ ഉണ്ടാവണം. ആ വിഷൻ നഷ്ടപ്പെടുമ്പോഴാണ് ഈ തകരാറുകളെല്ലാം ഉണ്ടാകുന്നത്. നമ്മളെല്ലാം ഇരുന്ന് ഇത്തരത്തിൽ പരിതാപകരമായിട്ടുള്ള രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യേണ്ട ഗതികേട് വരുന്നത് എന്തുകൊണ്ടാണ്? വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ആ കരുത്ത് നഷ്ടപ്പെടുന്ന എവിടെയാണ്? ധാർമ്മികത നഷ്ടപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ആദർശം നഷ്ടപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടുകളും ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചാലും ആ കൂട്ടുകെട്ടുകൾ ഒരു കാരണവശാലും അതാത് പാർട്ടിയുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ പാടില്ല. ശരി, ഞാനൊരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ശബരിമലയുടെ കാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഇനി ഏതൊക്കെ രൂപത്തിൽ പ്രതിഫലിക്കുമെന്നത് സംബന്ധിച്ച് നിങ്ങൾക്കും ആശങ്കകളുണ്ട്. ഇത് സാമുദായിക ധ്രുവീകരണത്തിലേക്ക്, മതപരമായ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കൂടി CPM അടക്കം പ്രേരിപ്പിക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ആലപ്പുഴയിൽ കേൾക്കുന്ന പേര് അത് ഒരു MLA മികവ് എന്നതിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. അതുപോലെ തന്നെ CPIയെ പറ്റി പൊതുവിൽ ഇത്തരം പരിഗണനകൾ വരുന്ന ഒരു പാർട്ടിയായി ആക്ഷേപമില്ലാത്തതാണ്. അവരുടെ പോലും ഈ വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനമായും വന്നത് അത്തരം ചില ചിന്താഗതികളാണ് എന്നാണ്. അപ്പോൾ എല്ലാ തലത്തിലും BJPയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ ശ്രീ പിയേഴ്സൺ ചൂണ്ടിക്കാട്ടുന്ന പോലെ ആ ചെകുത്താൻ്റെ എല്ലാ ദുർഗുണങ്ങളും സ്വാംശീകരിക്കപ്പെടുന്നു പ്രതിരോധത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും എന്നൊരു യാഥാർത്ഥ്യമുണ്ടോ? ഇവിടെ അത് പറയുന്നതിന് മുമ്പ് ഒന്ന്, ഈ ബംഗാളിലും ത്രിപുരയിലും അക്രമം നടത്തി, ഭരണത്തിൽ നിന്നിപ്പോൾ അക്രമം നടത്തിക്കൊണ്ടാണ് ഭരണം പോയതെന്ന് എൻ്റെ സ്നേഹിതൻ പ്രതാപൻ പറയുകയുണ്ടായി. ഏതെങ്കിലും മാധ്യമങ്ങളോ കോൺഗ്രസ്സോ ബംഗാളിൽ അക്രമ ഭരണമാണ് നടക്കുന്നതെന്ന് ആ ഭരണം നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ത്രിപുരയിൽ അക്രമ ഭരണം ആണ് നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിപ്പോൾ പടച്ചുണ്ടാക്കിയ കഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു കഥ ഉണ്ടാക്കിയതാണ്. മറ്റൊന്ന്, BJP എതിർക്കാൻ കോൺഗ്രസിനെ കഴിയുമെന്നെ പ്രതാപൻ്റെ. മിസ്റ്റർ പ്രതാപൻ, എത്ര മണ്ഡലത്തിലാണ് നിങ്ങൾക്ക് സ്വാധീനമുള്ളത്? ഇപ്പോൾ ഒരുപാട് അസസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് അല്ല, ഞാൻ പറഞ്ഞു തരുന്നോട്ടെ. ഞാനൊന്ന് പറഞ്ഞു തരുന്നോട്ടെ. ഞാനൊന്ന് പറഞ്ഞു തരുന്നോട്ടെ. ഞാൻ അവകാശപ്പെടുന്നില്ല CPM ഇന്ത്യ ഭരിക്കാൻ പ്രാപ്തമായ ഒരു പാർട്ടിയായി എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഒരു പാർട്ടിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നതേയില്ല. ഞങ്ങൾക്ക് വളരെ കുറച്ച് കേൾക്ക്. എനിക്ക് മാത്രമായിട്ടോ കോൺഗ്രസിന് മാത്രമായി BJP പ്രതിരോധിക്കാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. ഞങ്ങൾ നേതൃത്വം കൊടുത്ത് കേൾക്ക്. നിങ്ങളുടെ ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് കഴിയില്ല, അവർക്കും കഴിയില്ല. പക്ഷേ വോട്ടർമാരുടെ മുന്നിലുള്ള ചോദ്യം നിങ്ങളെക്കാൾ അവർക്ക് കഴിയുമോ എന്നാണ്. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. 542 മെമ്പർഷിപ്പ് പാർലമെന്റിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്കായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുമോ? അത് എപ്പോഴും പോയെന്ന് ചോദിച്ചാൽ 957 നേരത്തെ പിയേഴ്സൺ പറഞ്ഞ പോലെ 59 പോയി. ഒറ്റയ്ക്ക് മത്സരിക്കും, ഒറ്റയ്ക്ക് ജയിക്കും, ഒറ്റയ്ക്ക് ഭരിക്കും എന്നായിരുന്നില്ലേ കോൺഗ്രസിന്റെ മുദ്രാവാക്യം? ആ കോൺഗ്രസിന് കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും സംസ്ഥാനത്ത് ഭരിക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞതിന് ശേഷം ഇല്ല, ഇപ്പൊ ഇറങ്ങുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയം അതിന്റെ വസ്തുനിഷ്ഠമായി വിലയിരുത്താതെയാണ് മിസ്റ്റർ പിയേഴ്സൺ അടക്കം പറയുന്നത്. ഇന്ന് ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഇന്ത്യയിൽ ഭരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന അവസരത്തിൽ 2 വർഗമായി തിരിഞ്ഞല്ല സ്വാതന്ത്ര്യം നേടിയത്. ഏതെങ്കിലും വർഗത്തിൻ്റെ കയ്യിലല്ല ഭരണകൂടം. ഇവിടെ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും
ഫ്യൂഡലിസത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളെയും നിർത്തിക്കൊണ്ടാണ് മുതലാളിത്ത ഭരണവ്യവസ്ഥ ഇന്ത്യ രാജ്യത്തുണ്ടായത്. അതിൻ്റെ ഫലമായി ആ ഫ്യൂഡലിസ്റ്റ് ശക്തികൾക്ക് ജാതി, മതം, വർഗം, ഗോത്രം ഇതിനൊക്കെ സ്വാധീനമുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ടാണ് ഒറ്റ രാഷ്ട്രീയ പാർട്ടി, തൊഴിലാളി വർഗ പാർട്ടിക്കോ അതിനപ്പുറത്തേക്ക് മുതലാളിത്ത വർഗ രാഷ്ട്രീയത്തിനോ ഒറ്റയ്ക്കൂടെ അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അത് EMS 1959 പറഞ്ഞു. വിമോചന സമരം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ ജാതിമത ശക്തികളെ കൂട്ടിപ്പിടിച്ചത് കോൺഗ്രസ് ആണ്. അതിനെ പരാജയപ്പെടുത്താൻ അതേ ആയുധം എടുത്തുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. മുസ്ലിം ലീഗിന് ഒരു ഘടകത്തെ അടക്കം ഇപ്പുറത്ത് പിടിച്ചു. ചത്ത കുതിരയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു. ആ ചത്ത കുതിരയെ കൂട്ടുപിടിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അട്ടിമറിക്കാൻ വിമോചന സമരം നടത്തിയത് കോൺഗ്രസ്. അതിനുശേഷം ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഓരോ പാർട്ടി നോക്കും. BJPക്ക് കഴിയുമോ? 21 കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് മോഡി ഭരിക്കുന്നത്. കോൺഗ്രസിന് കഴിയുമോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുമോ? ഇല്ല. ഒരു കക്ഷിക്ക് ഒറ്റയ്ക്കൂടെ ഇന്ത്യ ഭരിക്കാനൊക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടുകെട്ടും മുന്നണിയും ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഇന്ന് അധികാരത്തിരിക്കുന്ന BJPയെ തോൽപ്പിക്കാനൊക്കൂ. അതുപോലെ തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കണമെങ്കിൽ ഇതര പ്രാദേശിക പാർട്ടികൾ, റീജിയണൽ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ അവരെല്ലാവരും കൂടി യോജിപ്പിച്ചേ സാധിക്കൂ. അത് കാണാതെ നിങ്ങളെ ഒറ്റയ്ക്ക് ഞങ്ങൾ കോൺഗ്രസ് ഭരിക്കും, കോൺഗ്രസിന്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ നിഷേധമാണ്. ശരി, ശ്രീ പ്രതാപൻ. എൻ്റെ പൊന്നു വേണു, എൻ്റെ പെണ്ണു എനിക്ക് വലിയ ബഹുമാനമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ ആനന്ദലോട്ടം ആനന്ദൻ. അദ്ദേഹം ഇത് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്ത് ഒരു MP ജയിപ്പിക്കാൻ വേണ്ടി പറ്റും? ഇന്ത്യയിൽ എത്ര MP-മാരുണ്ട്? ഈ 10 വിരൽ ഉയർത്തിയാൽ കാണിക്കാവുന്ന MP-മാർ ഇന്ത്യയുടെ പാർലമെന്റിൽ CPI-ൽ 2004 ഞങ്ങളുടെ 64 MP-മാർ ചേർന്നാണ് നിങ്ങൾക്ക് ഭരിക്കാൻ കഴിഞ്ഞതെന്ന് ഓർമ്മ വേണം. ഇന്ത്യയിലെ ഞങ്ങളുടെ 64 MP-മാർ ഉള്ളത് കൊണ്ടാണ് മൻമോഹൻ സിംഗിന് ഭരിക്കാൻ കഴിഞ്ഞതെന്നുള്ള ഓർമ്മ വേണം. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മുന്നണിക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. പ്രിയപ്പെട്ട ചേട്ടന്റെ നേതാവ് സീതാറാം യെച്ചൂരിയോടൊന്ന് ചോദിക്കും, അദ്ദേഹമെങ്കിലും പറഞ്ഞു തരും. അദ്ദേഹം ഉൾപ്പെടെ ഇന്ത്യയിൽ BJPയെ പ്രതിരോധിക്കാൻ ആരാ ഉള്ളതെന്ന് പറഞ്ഞു തരും. പിന്നെ ഈ നിങ്ങളാണോ ഈ രാജസ്ഥാനിൽ ജയിക്കാൻ ഞങ്ങളെ സഹായിച്ചത്? നിങ്ങളാണോ ഛത്തീസ്ഗഡിൽ ഞങ്ങളെ ജയിക്കാൻ സഹായിച്ചത്? നിങ്ങളാണോ മധ്യപ്രദേശിൽ ഞങ്ങളെ ജയിക്കാൻ സഹായിച്ചത്? ഇന്ത്യയിൽ CPIM എവിടെ കിടക്കണു? പക്ഷെ നിങ്ങൾ കേരളത്തിൽ കാണിക്കുന്നത് കോൺഗ്രസിന് തകർക്കാൻ, കോൺഗ്രസിന് ഇല്ലാതാക്കാൻ ഒരു ഭാഗത്തു കൂടെ ബംഗാളിലും ത്രിപുരയിലും ഉപയോഗിച്ച അക്രമ ശൈലി ഇവിടെയും കാണിക്കുകയാണ്, ഫാസിസ്റ്റ് ശൈലി ഇവിടെയും കാണിക്കുകയാണ്. നിങ്ങൾ ഇവിടെ പിന്നെ അറിഞ്ഞും ബോധപൂർവം BJPയെയും സംഘപരിവാർ ശക്തികൾ സഹായിക്കുകയാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ. പക്ഷേ ഒരു കാര്യം മറക്കണ്ട, ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരും സാക്ഷരമായ രാഷ്ട്രീയ സാക്ഷരതയുള്ള ആളുകളാണ്. അവർ സ്വാഭാവികമായും സമയം കഴിയുകയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.